കോട്ടയം മെഡിക്കൽ കോളേജിൽ ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണു എന്ന വാർത്തയിൽ ഇപ്പോൾ KPCC അധ്യക്ഷൻ പ്രതികരിക്കുകയുണ്ടായി. വലിയ രീതിയിലുള്ള ഒരു അനാസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആശുപത്രി കെട്ടിടം തകർന്ന് പോയത് തീർച്ചയായിട്ടും ഒരു വലിയ വീഴ്ചയാണ്. അത് ഉപയോഗശൂന്യമായിരുന്നെങ്കിൽ അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കണമായിരുന്നു, അത് പൊളിച്ചു നീക്കണമായിരുന്നു. അതൊന്നും ചെയ്തില്ല. എന്നിട്ടിപ്പോൾ അപകടം നടന്നപ്പോൾ അത് ഉപയോഗശൂന്യമാണ്, കെട്ടിടത്തിന് കാലപ്പഴക്കം എത്തിയതാണ് എന്ന് മന്ത്രിമാർ പറയുന്നു. അത് ഉത്തരവാദിത്തമില്ലായ്മയാണ് എന്നാണ് അദ്ദേഹം വിമർശിച്ചത്. പ്രതിപക്ഷം ഇതിനെ ഒരു വലിയ ആയുധമാക്കി മാറ്റുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളെക്കുറിച്ച് പ്രതിപക്ഷം ഉയർത്തുന്ന പ്രതിഷേധം അത് ആ രീതിയിൽ തന്നെ ഇതിപ്പോൾ കോട്ടയത്തേത് അവസാനത്തെ സംഭവമായി മാറുകയാണ്. ടോബി ജോൺസണാണ് ചേരുന്നത്. ടോബി, ഈ കെട്ടിടം തകർന്നു വീണ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം അതൊരു വലിയ കാറ്റ് വന്നപ്പോൾ ഒരു ചെറിയ ഭാഗം ഇടിഞ്ഞു വീഴുകയോ അങ്ങനെയൊന്നുമല്ല. വലിയ രീതിയിൽ തന്നെ ആ കെട്ടിടം തകർന്നു തന്നെ വീണിട്ടുണ്ട്. അതിപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ അവശിഷ്ടങ്ങൾ മാറ്റുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഈ ഒരു കാര്യം, ഇതിങ്ങനെ ഉപയോഗശൂന്യമായിരുന്നെങ്കിൽ ആ ഭാഗത്ത് ആളുകൾ വരാത്ത രീതിയിൽ അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കേണ്ടതല്ലേ? ഈ പറയുന്ന 14-ാം വാർഡിൽ നിന്നൊക്കെ തന്നെ ആളുകളെ മാറ്റേണ്ടതല്ലേ? അല്ലെങ്കിൽ അത് പൂർണ്ണമായും പൊളിച്ചു നീക്കേണ്ടതല്ലേ? ആ രീതിയിൽ ഒരു അത്രയ്ക്ക് കെട്ടിടം തകരുന്ന ഒരു രീതിയിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യം. ഏതായാലും 2 പേർക്ക് മാത്രം പരിക്കുള്ളൂ, ഒരാളെ കാണുന്നില്ല. മറ്റു വലിയ രീതിയിലുള്ള ഒരു ദുരന്തത്തിലേക്ക് അത് പോയില്ല എന്നുള്ളത് ആശ്വാസമാകുമ്പോഴും ഈ ചോദ്യങ്ങളൊക്കെ പ്രസക്തമല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. എന്തായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് 2 പേർക്കാണ് പരിക്കേറ്റത്. അതിൽ ഒന്ന് അലീന എന്ന് പറയുന്ന ഒരു 11 വയസ്സുകാരിയാണ്. മുത്തശ്ശി ത്രേസ്യാമ്മയുടെ കൂടെ കൂട്ടിരിപ്പിന് വേണ്ടി വന്നതാണ്. വയനാട് മീനങ്ങാടി സ്വദേശിയാണ്. അതോടൊപ്പം തന്നെ കാഷ്വാലിറ്റി ജീവനക്കാരൻ അമൽ പ്രദീപ് ട്രോളി വന്നിടിച്ച് നിസ്സാരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട്. 10, 11, 14 വാർഡുകളിലാണ് ഈ അപകടമുണ്ടായത്. അവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് അതിലെ പോയ 11 വയസ്സുകാരിയാണ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ചികിത്സയിലുണ്ടായിരുന്ന ത്രേസ്യാമ്മ എന്ന് പറയുന്ന മുത്തശ്ശിക്കൊപ്പം കൂട്ടിരിക്കുന്നതിന് വേണ്ടി വന്നതാണ് അലീനയ്ക്കും അമലിനുമാണ് പരിക്കേറ്റതെന്നാണ് നേരത്തെ നമുക്ക് ലഭിച്ചിരുന്ന വിവരം. ഈ ത്രേസ്യാമ്മയ്ക്ക് പരിക്കേറ്റിരുന്നു എന്നാണ്. ഒരു സ്ത്രീ 45 വയസ്സുള്ള ഒരു സ്ത്രീക്ക് പരിക്കേറ്റു എന്നൊരു വിവരമുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് 2 പേർക്കുമല്ല, ഇവർ 2 പേരുമാണ്. അതായത് അമലിനും അതുപോലെ തന്നെ അലീന, ഈ ത്രേസ്യാമ്മയുടെ കൊച്ചുമകളായിട്ടുള്ള അലീനയ്ക്കുമാണ് പരിക്കേറ്റതെന്നുള്ളൊരു വിവരമാണ്, ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നത്. എന്തായാലും മന്ത്രിമാർ 2 പേരും ഇവരെ കണ്ടിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ്